ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ ബോണറ്റും എഞ്ചിൻ റൂമിൻ്റെ അകത്തുള്ള നമ്മുടെ ചെക്ക് ചെയ്യേണ്ട പാർട്സും കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഡാഷ്ബോർഡിൻ്റെ അകത്തുള്ള സിംബൽസ് ചെക്ക് ചെയ്യണം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3-4 സിംബൽസ് ഇതിൻ്റെ അകത്തുണ്ട്. അത് മാത്രം നമ്മൾ ചെക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് സിംബൽസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും കാർ എടുക്കുന്ന സമയത്ത് അധികം അത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ആ ഒരു 4 സിംബൽ മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം 5 മിനിറ്റ് കീ സ്റ്റാർട്ടും അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് എഞ്ചിൻ സ്റ്റാർട്ടും ചെയ്തിട്ടതിന് ശേഷം മാത്രമാണ് കാർ പുറത്തോട്ട് എടുക്കാൻ പാടുള്ളൂ. കീ സ്റ്റാർട്ട് എന്ന് വെച്ചാൽ കീ ചുമ്മാ ഓണാക്കി ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം എഞ്ചിൻ റൺ ചെയ്തൊരു 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിടുക. AC ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, സൈഡിലുള്ള പവർ വിൻഡോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാറ് റൺ ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയൊരു സിംബൽസിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോവാം. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ കീ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. കീ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് കീ ഒന്ന് സ്ലോട്ടിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തു. ഡാഷ് പാനലിൽ ഇതേമാതിരി സിംബൽസ് എല്ലാം വന്നു. ഈ സിംബൽസ് എല്ലാം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല. അതിപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ കീ സ്റ്റാർട്ട് ചെയ്ത് തരാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ സിംബൽസിനെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സിംബൽസ് ഓണായി കിടക്കണോ എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിലാദ്യം പറയാൻ പോണ സിംബൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സിംബലാണ്. ആ സിംബൽ എന്ന് പറയുമ്പം നമ്മുടെ എൻജിൻ സിംബലാണ്. ഈ കാണുന്നത് നമ്മുടെ എൻജിൻ സിംബലാണ്. എൻജിൻ വാർണിംഗ് ലൈറ്റ് എന്നാണ് അതിനെ പറയുക. അതേമാതിരി മുകളിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ പ്രഷർ ഇൻഡിക്കേറ്ററാണ്. ഇത് ബാറ്ററിയുടെ സിമ്പിൾ. ഇതെല്ലാവർക്കും അറിയാം, നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ സിമ്പിൾ. പിന്നെ ഇത് ഹാൻഡിൽ ലോക്ക് ഉണ്ടോ ഇല്ല എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ. പിന്നെ ഇത് ബ്രേക്കിൻ്റെ ഹാൻഡ് ബ്രേക്ക്. നമുക്കറിയാം എല്ലാ വണ്ടിയും ഹാൻഡ് ബ്രേക്കിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ ഹാൻഡ് ബ്രേക്കിൻ്റെ സിമ്പിളാണത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ABSും അതേപോലെ തന്നെ വേറെ 2-3 സിമ്പിൾ കൂടി ഉണ്ട്. പക്ഷെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം ABS സിമ്പിൾ ഓൺ ആണെങ്കിൽ ABS ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എന്നാണ് അതിൻ്റെ. അത് നമ്മുടെ ബ്രേക്ക് ലൈനിങ് കംപ്ലീറ്റ് ഇപ്പോൾ എല്ലാ വരുന്ന വണ്ടിയിൽ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അപ്പം അത് എല്ലാം എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ അത് ഓണല്ല, അത് കാരണം നമ്മൾ അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ ആദ്യത്തെ കാര്യം എൻജിൻ ഇൻഡിക്കേറ്റർ ലൈറ്റ് അല്ലെങ്കിൽ എൻജിൻ വാർണിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാർ സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 മിനിറ്റ് നമ്മൾ എൻജിൻ റൺ ചെയ്തിട്ടു. അതിനുശേഷം നമ്മൾ കാറ് എടുത്ത് റോഡിലോട്ട് പോണ സമയത്ത് ഈ എൻജിൻ ലൈറ്റ് ഓണായി കിടക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻജിൻ്റെ എന്തെങ്കിലും ഫങ്ഷനിങ്ങിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഏതെങ്കിലും അതിൻ്റെ ആക്സസറീസ് ലൂസായിട്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് എൻജിൻ വാർണിംഗ് ലൈറ്റ് ഓണായി കിടക്കണ്ടോ എന്നുള്ളത്. ഓണായി കിടക്കുന്നില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഒട്ടുമിക്കവാറും വണ്ടികളിൽ ഈ എൻജിൻ ലൈറ്റ് ഓണായി കിടക്കണതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പെട്രോള് ഫില്ല് ചെയ്യുമ്പം ആ പെട്രോൾ ബങ്കറിൻ്റെ അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ക്യാപ്പ് നമ്മളാരും അത് അധികം തുറക്കാറില്ല. കാരണം ഇപ്പോഴും പെട്രോൾ പമ്പിലുള്ള ആൾക്കാർ മാത്രമാണ് അത് ഓപ്പൺ ചെയ്യാറുള്ളൂ. അപ്പം അവിടെയുള്ള ആ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ക്യാപ്പിൻ്റെ അറ്റത്തൊരു ഗ്യാസ്കറ്റ് ഉണ്ട്. ആ ഗ്യാസ്കറ്റ് ചിലപ്പോൾ ക്രാക്കായി ഉണ്ടാവും. ആ ഗ്യാസ്കറ്റ് ക്രാക്കായിട്ടുള്ള കാരണം കൊണ്ടാണ് എന്താ പറയുക നമ്മുടെ ഈ എൻജിൻ ലൈറ്റ് ഓണായി കിടക്കുക. അപ്പോൾ അതായിരിക്കും മിക്കവാറും എല്ലാ കാറുകളിലും ഈ എൻജിൻ ലൈറ്റ് ഓൺ ആവണത്. അതല്ലാണ്ട് നമ്മളിപ്പോൾ ഗ്യാസ്കറ്റ് മാറ്റി ഒരു മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ടുവന്ന ഗ്യാസ്കറ്റ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിപ്പയർ ഷോപ്പിൽ പോയി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അതല്ലാണ്ട് വീണ്ടും ഓണായി കിടക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻജിൻ ആക്സസറീസിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ എത്രയും വേഗം എടുത്തുള്ള നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോയി കാണിക്കുക, റിപ്പയർ ഷോപ്പിൽ കൊണ്ടുപോയി കാണിക്കുക. അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീൽ ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത മുകളിൽ കാണിക്കുന്ന സിമ്പിളാണ് നമ്മുടെ ഓയിൽ പ്രഷർ ഇൻഡിക്കേറ്റർ. ഓയിൽ പ്രഷർ ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. ഈ ഓയിൽ പ്രഷർ ഇൻഡിക്കേറ്റർ നമ്മൾ എൻജിൻ സ്റ്റാർട്ടാക്കിയതിന് ശേഷം ഓടിക്കാൻ പോകുന്ന നേരത്തെ ഓണായി കിടക്കണമെങ്കിൽ
അല്ല, നമ്മൾ 5 മിനിറ്റ് ഓണാക്കിയിട്ടതിന് ശേഷം നമ്മൾ പുറത്തോട്ട് എടുക്കണ നേരത്ത് ഓണായി കിടക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ ലൈനിൽ എവിടെയെങ്കിലും ഒരു ക്ലോട്ട് വരാം. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ ഒരു സ്ട്രോക്ക് വരുന്ന പോലെ തന്നെയാണ് ഓയിൽ ലൈനിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ സംഭവിക്കുക. അപ്പോൾ ഈ ഒട്ടുമിക്കവാറും കേസുകളിൽ ലോ ഓയിൽ പ്രഷർ ഉണ്ടാവുന്ന കേസുകളിലാണ് ഈ സിമ്പൽ ഓണായി കിടക്കുക. അപ്പോൾ അത് നമ്മളിപ്പോൾ ഓയിൽ ലൈനിൽ ചെക്ക് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ റിപ്പയർ ഷോപ്പിലേക്ക് തന്നെ കൊണ്ടുപോകണം, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള മെക്കാനിക്കൽ തന്നെ കാണിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ കാറ് ഒരുപാട് നാളായിട്ട് റണ്ണിങ് ഉള്ളതാണെങ്കിൽ ഈ സെഡിമെന്റേഷൻ സംഭവിക്കും. അതായത് അമിതമായിട്ടുള്ള ചൂട് കാരണം കൊണ്ട് ഈ ഓയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന പല പാർട്സ് ഉണ്ട്. അതായത് എൻജിൻ കാസ്റ്റിങ്ങിൻ്റെ ഉള്ളിൽ, അതായത് കാസ്റ്റ് ചെയ്തെടുക്കുന്ന സ്ട്രക്ചറാണ്. അപ്പോൾ എൻജിൻ കേസിങ്ങിൻ്റെ അകത്ത് കൂടെ നമ്മുടെ ഓയിൽ റൺ ചെയ്യുമ്പം അതിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ചൂടായതിനു ശേഷം വരാം. അപ്പോൾ ആ പാർട്ടിക്കിൾസ് വന്നിട്ട് നമ്മുടെ സമ്പിൽ അടിയും, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈനിൽ ഏതെങ്കിലും പോർഷനിൽ ഇങ്ങനെ ക്ലോഗായി നിൽക്കാം. അപ്പോൾ ആ ഒരു കാരണം മൂലം ഈ ഓയിൽ പ്രഷർ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഓണായി കിടക്കാം. അപ്പം എത്രയും പെട്ടെന്ന് നമ്മളൊരു റിപ്പയർ ഷോപ്പിൽ കൊണ്ടുപോയി അത് റെക്ടിഫൈ ചെയ്യണം എന്നാണ് ഞാൻ പറയുള്ളൂ. പിന്നെ നമുക്ക് കാണാം അവിടെ തന്നെ ഉള്ള ഇതാണ് ലൈറ്റാണ് ബാറ്ററി ലൈറ്റ് എന്ന് പറയുമ്പോൾ അത് ഓണായി കിടക്കണമെങ്കിൽ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ഓണായി കിടക്കണമെങ്കിൽ ബാറ്ററി ലൈറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയിൽ ചാർജിങ് കറക്റ്റ് അല്ല എന്നാണ്. അപ്പോൾ അതും കൂടെ ചെക്ക് ചെയ്യുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ ലൈറ്റാണ്. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാൻ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് പോയി, വീണ്ടും അത് വന്നു നമ്മൾ ഇടുമ്പോൾ. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാർ നമ്മൾ റൺ ചെയ്തതിനു ശേഷം ഓടിക്കുമ്പം ഈ ബ്രേക്ക് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ലൈനിൽ എവിടെയെങ്കിലും ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്നുള്ളതാണ്. അപ്പം മിക്കവാറും അത് ബ്രേക്കിൻ്റെ പാഡ്സ് കംപ്ലൈൻറ്റ് വന്നിട്ടാവാം, അല്ലെങ്കിൽ ലൈനിൽ എവിടെയെങ്കിലും ചെറിയ പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടാവും, അത് കാരണം കൊണ്ടും ആവാം. പിന്നെ ABS-ന്റെ കാര്യം ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, അതും കൂടെ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാറിന് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നമുക്ക് കൂളായിട്ട് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾസ് ആണ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഈ കീ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റീരിയോ ഓൺ ആണെങ്കിൽ അത് ഓഫാക്കി ഇടുക, അതേപോലെ AC ഓൺ ആണെങ്കിൽ അത് ഓഫാക്കി ഇടുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓഫാണ്, നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും AC ഓൺ ആണെങ്കിൽ ഓഫാക്കി ഇടുക, കാരണം ആരും ശ്രദ്ധിക്കില്ല ഇത്. പിന്നെ വേറെ ഏതെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഇതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഓഫ് ചെയ്തിടുക. കാരണം ബാറ്ററിക്ക് അധികം സ്ട്രെയിൻ വരാണ്ട് നമുക്ക് കീ സ്റ്റാർട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് അതിന്. അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൂടെ ഉള്ളൂ. പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ കാറ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആ സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 മിനിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിടും. അതിൻ്റെ ഇടയിൽ നമുക്ക് പവർ വിൻഡോസ് കൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാറ് ഗിയറിലിട്ട് നമുക്ക് ബാക്കിലോട്ട് എടുത്ത് നമുക്ക് റോട്ടിലോട്ട് ഇറക്കാം. അപ്പോൾ കാർ സ്റ്റാർട്ടായി. പാനലിൽ ഉള്ള സിമ്പിൾസ് എല്ലാം ഇപ്പോൾ ഡോർ ഓപ്പൺ ആയിട്ടുള്ള സിമ്പിൾ മാത്രമേ ഉള്ളൂ, അത് കുഴപ്പമില്ല. ബാക്കിയുള്ള സിമ്പിളുകളെല്ലാം ഓക്കെ ആണ്. നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യും, അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത്. അതുകൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇതെല്ലാം ഓക്കെ. പിന്നെ നമ്മൾ പവർ വിൻഡോസ് ഒക്കെ ചെക്ക് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക, കുഴപ്പമുണ്ടോ നോക്കുക. അത് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഈ റിയർ വ്യൂ മിററിൻ്റെ അകത്ത് അതുകൂടെ അതിൻ്റെ പ്രോപ്പറായിട്ട് അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അതും വലിയ കുഴപ്പം കാണില്ല. ചെറിയൊരു ലാഗ് ഉണ്ട്, അത് മറ്റേ സർവീസ് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യേണ്ടി വരും. അവിടെയും വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്. അപ്പോൾ നമുക്കിനി കാറ് ആസ് യൂഷ്വലായിട്ട് റൺ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ സിമ്പിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് റണ്ണിങ്ങിൽ ഇട്ടതിന് ശേഷം മാത്രം ബാക്കിലോട്ട് എടുക്കുക. സിമ്പിൾസ് പോലും വരുന്നുണ്ടോ എന്ന് നോക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്യാം. ലോക്ക്ഡൌണിന് ശേഷം ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്.
ഫ്രണ്ടിലെ ബോണറ്റിന്റെ അകത്തുള്ള, അതായത് എഞ്ചിൻ റൂമിലുള്ള എല്ലാ പാർട്സും ശ്രദ്ധിക്കുക. അതേപോലെ ഇവിടെയുള്ള സിമ്പിൾസ് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നോക്കുക. പിന്നെ ടയർ പ്രഷറും കൂടെ ചെക്ക് ചെയ്യുക. ഞാൻ പറയുന്നുണ്ട്, ടയർ പ്രഷർ കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ, നമുക്ക് കാർ പുറത്തോട്ട്